നമസ്കാരം, ഞാൻ നജീബ് ഓടതല. നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്നത് 2.5 കിൻഡൽ പോത്തിറച്ചി അതിൻ്റെ കറിയാണ് കേട്ടോ. നല്ല നാടൻ പോത്തിൻ്റെ കറിയാണ്. നമുക്ക് ആ വീഡിയോയിലേക്ക് പോയാലോ? യെസ്, ആ പിടിച്ചോ. ഹേയ് ഹോയ് യാവാ. ആ അവിടെയൊക്കെ വെച്ചിട്ട് പതിനെ പൊക്കി തന്നെ വെച്ച് അങ്ങോട്ട് ഇച്ചിരി കൂടെ അങ്ങോട്ട് പോട്ടെ, ഇച്ചിരി അങ്ങോട്ട് പോട്ടെ, സമയം അങ്ങോട്ട് പോട്ടെ. പിടിച്ചു പിടി, അല്ല സമയം അങ്ങോട്ട് പോട്ടെ. യാവാ. നമ്മൾ 8 പറയുടെ വാർപ്പാണ് 250 കിലോ ഇറച്ചി റെഡിയാക്കാനായിട്ട് വെച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ വാർപ്പ് ചൂടായിട്ടുണ്ട്. അതിലേക്ക് 4 കിലോ നല്ല അടിപൊളി വെളിച്ചെണ്ണ ഉണ്ടായിരുന്നു. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് 4 കിലോ വെളുത്തുള്ളി ചതച്ചത്, 3.5 കിലോ ഇഞ്ചി ചതച്ചത്, 4 കിലോ ഉണ്ടമുളക് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ സമതും ബിജുവും കൂടി ഇളക്കിക്കൊണ്ടിരിക്കും കേട്ടോ. ഗ്യാസ് ഇല്ലാത്തതുകൊണ്ടേ ഫുള്ള് വിറകിലാണ്. ചെറിയൊരു കൂട്ടം വരെ നമ്മളിപ്പോൾ വിറകിലാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായ കഷ്ടപ്പാടുണ്ടെങ്കിലും ഭക്ഷണത്തിന് വിറകിൽ ഉണ്ടാക്കുന്ന ടേസ്റ്റ് ഗ്യാസിലുണ്ടാക്കിയാൽ കിട്ടിയില്ല കേട്ടോ. എപ്പോഴും വിറക് തന്നെയാണ് പെർഫെക്ഷൻ. അപ്പോൾ നമ്മൾ സാധാരണ കൂടുതലും വിറകിലാണ് ചെയ്യുന്നത്. പക്ഷേ ഈ സവാള വറുക്കൽ, അച്ചാറിടലൊക്കെ നമ്മൾ ഓൾറെഡി ഗ്യാസിലായിരിക്കും ചെയ്യുന്നത്. ചെറിയ പണികൾ. ഇപ്പോൾ ഈ ചെറിയ പണികൾ കൂടി നമ്മൾ വിറകിലേക്കായി അല്ലേ അളിയാ? നമുക്കത് കുഴപ്പമില്ല. എന്ത് കല്ലില്ല, നമ്മൾ പണിയെടുക്കാൻ തയ്യാറാണല്ലോ. വെയിലിന്റെ ചൂട്, പ്രകൃതിയുടെ ചൂട്, കഠിനമായ വെയിലിന്റെ ചൂട്, വിറകിന്റെ ചൂട്, അതും പുളിവിറക്, ഒന്നാം തരം വിറക. ഇഞ്ചിയും വെളുത്തുള്ളിയും അതിന്റെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് 5 കിലോ ചെറിയ ഉള്ളി ചതച്ചത്, ഇനി അതിലേക്ക് 60 കിലോ സവാള അരിഞ്ഞത് കേട്ടോ. യാള ഓക്കെ. ആവശ്യത്തിന് കല്ലുപ്പ്, സവാളയുടെ കൂടെ തന്നെ നമുക്കൊരു 300 ഗ്രാം മഞ്ഞൾപ്പൊടി. ഇങ്ങോട്ട് വരുമ്പോഴേ ഓട്ടോമാറ്റിക് കണ്ണടഞ്ഞു പോകും. കാരണം ഈ പുളിവിറകായതുകൊണ്ടേ പുളിയുടെ വിറക് ഭയങ്കര ചൂടാണ്, ഒരു രക്ഷ ഉണ്ടാവില്ല. അപ്പോൾ ഏകദേശം സവാളയൊക്കെ വാടിയിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് 1 കിലോ കാശ്മീരിയും 1 കിലോ നല്ല മുളക് പൊടിയും കേട്ടോ. രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ്. അതിലേക്ക് 4 കിലോ മല്ലിപ്പൊടിയേ. ഈ പൊടിയൊന്നേ നന്നായിട്ട് പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇങ്ങോട്ട് പോരേ. ഓക്കെ, യെസ്. അങ്ങോട്ട് പോരട്ടെ. ആയിട്ടോ. വാ. പോരട്ടെ, ഇങ്ങോട്ട് പോരട്ടെ. കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന നല്ല പോത്തിറച്ചിയാണ് കേട്ടോ. നല്ല പൊളപ്പം പോത്തിറച്ചിയാണ്. പ്രത്യേകം പോത്ത് മതിയെന്ന് തന്നെ പറഞ്ഞ് മേടിച്ചേക്കുന്നതാണിത്. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 10 ലിറ്റർ വെള്ളമേ, ഇറച്ചിയിൽ വെള്ളം ഉണ്ടാവും. അതുകൊണ്ട് ക്വാണ്ടിറ്റി കൂടുതലാണല്ലോ. ഇങ്ങനെ തിങ്ങിയിരുന്ന് വേവുമ്പോൾ വെള്ളം കുറച്ചായിരിക്കണം കേട്ടോ. അപ്പോൾ 10 ലിറ്റർ വെള്ളമാണ് ഒഴിക്കുന്നുള്ളൂ. എന്നിട്ട് നന്നായിട്ട് ഇരുന്ന് അങ്ങോട്ട് വേവട്ടെ. അപ്പോൾ ഇത് 5-ൻ്റെ ബക്കറ്റാണ്. 2 ബക്കറ്റ് 10 ലിറ്റർ. ഓക്കെ,
ഇനി നമുക്ക് ഗരം മസാലപ്പൊടി വലിയ പിടി 5 എണ്ണം, വലിയ പിടിയാണ് കേട്ടോ. അതിൻ്റെ കൂടെ കറിവേപ്പില, അപ്പോൾ ഫസ്റ്റ് കൂട്ടേണ്ട കാര്യങ്ങളെല്ലാം കൂട്ടിയിട്ടുണ്ട്. ഇനി ഫസ്റ്റ് തീ കൊടുക്കുമ്പോഴല്ലോ നല്ല പവർ തീയാണ് ആദ്യത്തെ തീ കൊടുക്കേണ്ടത്. പിന്നെയാണ് കനലിൽ കിടന്ന് വേവേണ്ടത്. ആ പവർ തീ കത്തി അത് കനലായി ആ കനലിൽ കിടന്ന് വേവണം, എന്നാലേ ഇറച്ചിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ആദ്യം നല്ലൊരു തീ കൊടുക്കണം കേട്ടോ. അപ്പോൾ നല്ല തീ കൊടുക്കുന്നുണ്ട്. അപ്പോൾ കിടന്നങ്ങോട്ട് തിളക്കട്ടെ. അങ്ങനെ ബീഫേ വെന്ത് ഒരു 3/4 ഭാഗം ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളിയും മല്ലിയും പുതിനയും കൂടി ചേർത്ത് കൊടുക്കാം. ബിജുവേ ആ തക്കാളിയും മല്ലി പുതിന എടുത്തോ. വന്ന് ആയിട്ടോ. ഒരു 10 കിലോ തക്കാളി അരിഞ്ഞതും 1 കിലോ മല്ലിച്ചീര, ഒരു 3/4 കിലോ പുതിന. ഞാൻ അതെല്ലാം കൂടി അങ്ങോട്ട് സെറ്റാവട്ടെ. നിൽക്കട്ടെ മതി. ചെറുതീയിൽ കിടന്ന് കനലിൽ കിടന്ന് ഇങ്ങനെ സെറ്റായിക്കൊണ്ടിരുന്നാലേ ബീഫ് കറിയുടെ ആ പൂർണ്ണ ടേസ്റ്റ് അങ്ങോട്ട് കിട്ടുള്ളൂ. അപ്പോൾ കനലിൽ കിടന്ന് വെന്ത് അങ്ങോട്ട് സെറ്റാവട്ടെ കേട്ടോ. നെയ്യൊക്കെ തെളിഞ്ഞ് സെറ്റാവട്ടെ. ഇപ്പുറത്ത് ചിക്കൻ കൊണ്ടാട്ടത്തിൻ്റെ ചിക്കൻ വറുത്തോണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ ലൈവ് പൊറോട്ട ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പൊറോട്ട മേക്കർമാർ റഹ്മാനിക്ക, പിന്നെ ഷെഫീക്കയുടെ മകനാണ് കേട്ടോ. ന്യൂ ജനറേഷൻ ആരും ഇതിലേക്ക് വരുന്നില്ലെന്നാണ് പറയണത്. പക്ഷേ നമ്മുടെ ഇവിടെ അങ്ങനെയല്ല. നമ്മുടെ പിള്ളേരൊക്കെ എല്ലാവരും വരുന്നുണ്ട്. നമ്മുടെ പിള്ളേർ അവൻ അടിപൊളിയാണ്. അവൻ്റെ വീശൊക്കെ നമ്മൾ കാണിച്ചു തരാം കേട്ടോ. എടാ ഒന്ന് വീശൊന്ന് കാണിച്ചു കൊടുക്കണം. അതിലേക്ക് നോക്ക്, എന്നെ ഒന്ന് കാണട്ടെ. എനിക്കിപ്പോൾ 17 വയസ്സല്ലേ? 17 വയസ്സാണ് കേട്ടോ എനിക്ക്. ഷെഫീക്കയുടെ മോനാണേ. അപ്പോഴേ കറക്റ്റ് വേവായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അരപ്പ് ചേർക്കാവേ. നല്ല നെയ്യൊക്കെ തെളിഞ്ഞ് ചെറിയ തീ കിടന്ന് ആ കനലിൽ കിടന്ന് നെയ്യൊക്കെ തെളിഞ്ഞ് എല്ലാം സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇതിൽ ചേർക്കുന്ന അരപ്പേ 1/2 കിലോ കസുകസ്, വൈറ്റ് കസുകസ് വെള്ളത്തിയിട്ട് കുതിർത്തിയിട്ട് അരച്ചാണ് കേട്ടോ. ഈ കസുകസ് വാങ്ങിക്കുമ്പോഴേ പൂത്തുപോയ കസുകസ് ഉണ്ടാവും, അത് നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ അത് അരച്ച് ചേർത്ത് കഴിഞ്ഞാൽ ബീഫ് കറി മൊത്തം കുളമാവും. അപ്പോൾ അത് കസുകസ് ചേർക്കുമ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. 1 കിലോ അണ്ടിപ്പരിപ്പ് നുറുക്കരച്ചത് കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ എല്ലാവരും നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് കേട്ടോ. ഇനിയൊരു ചെറിയ തിള വന്ന് നമുക്കത് ഉപയോഗിക്കാം. അപ്പോൾ ഇത് ഫിനിഷായി. ഇനി അടുത്ത പരിപാടിയിലേക്ക് പോവാം. സലാഡ് ഐറ്റംസ് തന്നെ ഒത്തിരി ഉണ്ട്. അപ്പോൾ നമ്മുടെ ഹിസാൻ്റെ വീശ് നോക്കിയേ, നല്ല പൊളിയായിട്ടാണ് വീശണത്. ഓക്കെ കണ്ടാ, ഒരിത്തിരി പോലും പൊട്ടണില്ല. അതാണ് നല്ല അടിപൊളി വീശി. നല്ല അടിപ്പം പൊറോട്ട മേക്കറാണ് ഇവൻ. നല്ല ഭാവിയുള്ള ചെക്കനാണ്.
അങ്ങനെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം. അതുവരെ നന്ദി, നമസ്കാരം.